ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ദുതിമോളിലെ സ്കൂളിലെ ആനുവൽ ഡേ ആണ് കേട്ടോ വീഡിയോ കാണിച്ചു തരുന്നത്. പക്ഷേ അവളുടെ സ്കൂളിലെ എൻട്രി ഞാൻ എനിക്ക് ഇടാൻ സാധിച്ചില്ല. ബട്ട് ഞാൻ നിങ്ങൾക്ക് ആനുവൽ ഡേ കാണിച്ചിട്ടാണ്. മോള് പഠിക്കുന്നത് ഗവൺമെൻറ് UP സ്കൂൾ വരടിയത്താണ് കേട്ടോ. ശരിക്കും പറയാ തൃശ്ശൂർ ജില്ലയിൽ വെച്ചിട്ടാണ് ഇത്രയും സൂപ്പറായിട്ടുള്ള ഒരു കിൻഡർ ഗാർഡൻ സ്കൂൾ ഉണ്ടാവില്ല. LKG UKG അത്രയ്ക്കും ടോപ്പാണ് കേട്ടോ. അവരുടെ സ്കൂളിലെ പഠിപ്പിക്കലായാലും ബാക്കി എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാ കാര്യങ്ങളും സൂപ്പറാണ്. പെയിൻറ്റിങ്സും ക്ലാസ് ഫെസിലിറ്റീസും ടീച്ചേഴ്സും അതേപോലെ തന്നെ നല്ല ടീച്ചേഴ്സുമാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ക്ലാസ്സിൽ തന്നെ 2 സോങ്ങായിട്ട് സെക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടീം ആൾക്കാരുടെ ഒരു റിഹേഴ്സൽ പോലെ ജസ്റ്റ് കുഞ്ഞു പിള്ളേരല്ലേ. പിന്നെ ഇത് മോളുടെ ഡാൻസ് സെക്ഷനൊക്കെ അവർ പ്രാക്ടീസൊക്കെ ചെയ്യിച്ച് നോക്കി. ശരിക്കും ഒരുപാട് ഭയങ്കര സന്തോഷം. ഞാൻ ഇതുവരെ എൻ്റെ സ്കൂൾ ആനുവൽ ഡേക്ക് ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എപ്പോഴും രാത്രിയാണ് ഉണ്ടാവാറ്. പക്ഷേ ഇത് അവർ രാവിലെ ഒരു 11 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ KG സെക്ഷൻകാരെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ നമ്മൾ സ്റ്റേജിലേക്ക് പോവുകയാണ്. ക്ലാസ് റൂമിൽ നിന്ന് ഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് അപ്പോൾ നമ്മൾ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്റ്റേജിൻ്റെ അടുത്തുള്ള ഒരു ക്ലാസ് മുറിയിൽ അവരെ ഒതുങ്ങിയിരിക്കാൻ വേണ്ടി ഇരുത്തിയതാണ്. പക്ഷേ പിള്ളേരല്ലേ, അവർ ഭയങ്കര കളിയും മേക്കപ്പൊക്കെ ഒരുവിധമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഫസ്റ്റത്തെ സോങ് ഉള്ള പിള്ളേരെ കയറി മുന്തിരി ചൈലുള്ള സോങ്ങാണ് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി. ഇവർ പഠിപ്പിച്ചതൊക്കെ അവർ സ്വന്തം ക്ലാസ് ടീച്ചേഴ്സ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഡ്രസ്സ് സെലക്ഷനും ഹെയർ ബാൻഡ് അതൊക്കെ സ്കൂളിൽ നിന്ന് തന്നെയാണ് അവർ കൊടുത്തത്. ശരിക്കും നൈറ്റും ഡേയും ഈ ഒരു ഡ്രസ്സ് നല്ല ഗ്ലേസിങ് ആയിരുന്നു. ശരിക്കും അവരുടെ ഡാൻസ് സ്റ്റെപ്പുകളും ആയാലും നല്ല അടിപൊളിയായിട്ട് മോളൊക്കെ കളിച്ചിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അവരുടെ ആനുവൽ ഡേ കാണാൻ സാധിച്ചതിൽ. പിന്നെ അവർ ഇൻ ബിറ്റ്വീൻ നല്ല ചൂടും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. അപ്പം നമ്മുടെ പ്രോഗ്രാമിൽ ഇതുവരെ നല്ലൊരു നാരങ്ങ വെള്ളം അവരെല്ലാ ആൾക്കാർക്കും വന്ന് എല്ലാവർക്കും നന്നായിട്ട് വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ സ്കൂളിൻ്റെ ആനുവൽ ഡേ ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മന്ത്രി MB രാജേഷ് അവറുകളാണ് ഇന്നത്തെ സ്കൂളിൻ്റെ ആനുവൽ ഡേ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സേവ ചിത്രപുലി സാറ്, അവരുടെ ബ്ലോക്ക് പ്രസിഡൻറ്റ്, എല്ലാ പ്രസിഡൻറ്റുമാരും എല്ലാവരും ഉണ്ട്. ശരിക്കും ഇന്നത്തെ അവരുടെ ഉദ്ഘാടനം അവരുടെ ഒരു എൻട്രി, സ്കൂളിൻ്റെ എൻട്രി തന്നെ 2 മഷിപ്പേന കുപ്പികളുടെ പോലത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഗേറ്റാണ്. അപ്പോൾ ആ ഗേറ്റിൻ്റെ എൻട്രി ഉണ്ടായിരുന്നു, ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ശരിക്കും നല്ല രസമാണ് കേട്ടോ അവർ സ്കൂളിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷനും നമ്മുടെ മന്ത്രി MB രാജേഷ് സാറാണ് അത് ഉദ്ഘാടനം ചെയ്ത് കൊടുത്തിരുന്നത്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബാങ്ക് ഗേറ്റ്സിൻ്റെ ഉദ്ഘാടനശേഷം ഇവരുടെ LKGയിൽ തന്നെ ശരിക്കും ഒറ്റ സ്കൂളും കാണില്ല അതേപോലത്തെ അവരുടെ ഒരു ട്രാഫിക് റൂൾസിനെ പറ്റിയിട്ടുള്ള അവയർനെസ് വേണ്ടി അവരുടെ ആ ഒരു വരാന്ത ഏരിയ തന്നെയാണ് അതിന് വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനവും MB രാജേഷ് സാറിനെ കൊണ്ട് തന്നെ നിർവഹിച്ചിട്ടുണ്ട്. അത്രയും നല്ല ഒരു LKG UKG സെക്ഷൻ തന്നെ വളരെ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ്. പിള്ളേരെ തന്നെ പഠിപ്പ് മാത്രമല്ല ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. കറക്റ്റ് എല്ലാ ട്രാഫിക് റൂൾസിൻ്റെ ആ ലൈറ്റ് ഗ്രീൻ യെല്ലോ റെഡിൻ്റെ ലൈറ്റിൻ്റെ ഒക്കെ ആയിട്ടുള്ളതാണ്. ഇനി എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കണം. നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് അന്നത്തെ ആനുവൽ ഡേ 114ാം ഡേയുടെ ആനുവൽ ഡേയുടെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി സ്റ്റേജിൽ. പിന്നെ ഒരു 3 സ്റ്റാഫുകളും അവിടെ നിന്ന് വിരമിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ശരിക്കും ആ സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റ് MLA തന്നെ ഒരു 3 കോടിയുടെ ഫണ്ടൊക്കെ ആ ഒരു ഗവൺമെൻറ് UP സ്കൂളിന് വേണ്ടി കൊടുത്തു വന്നപ്പോൾ രാജേഷ് സാറിന് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ നമുക്ക് വിളക്കൊക്കെ കത്തിച്ച് ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സന്തോഷം. ഇത്രയും വലിയ വിശിഷ്ട വ്യക്തികൾ ഈ സ്കൂൾ UP പോലത്തുള്ള സ്കൂളിൽ എത്തിയതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളും പറഞ്ഞിട്ട് എല്ലാ അപ്രിസിയേഷനും കൊടുത്തിട്ടുണ്ട്. വിരമിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സാർ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ആ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഉച്ചനേരെ എല്ലാവർക്കും ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു. നല്ല ഭക്ഷണം എല്ലാ ആൾക്കാർക്കും മതിയാവുന്നോളം കൊടുത്തിട്ടുണ്ട്. ചോറ്, സാമ്പാർ, ഉപ്പേരി ഒക്കെ ആയിട്ട് നല്ല ഫുഡായിരുന്നു. എല്ലാ കുട്ടികൾക്കും സ്റ്റാഫിനും പാരൻസിനും എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷമാണ് പിന്നെയും നമ്മുടെ ആനുവൽ ഡേ സെക്ഷൻസ് തുടങ്ങിയത്. അപ്പോൾ അന്ന് രാവിലത്തെ സെക്ഷനിൽ കളിച്ച പിള്ളേർക്ക് KG സെക്ഷനത്തെ കളിച്ച എല്ലാ മക്കൾക്കും സമ്മാനം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പ്രോത്സാഹനമാണ്. അങ്ങനെ ഇങ്ങനെയെന്നൊരു
തരംതിരിവില്ലാണ്ട് എല്ലാ മക്കൾക്കും സമ്മാനങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് മോൾക്ക് സമ്മാനം കിട്ടിയത്. എല്ലാ മക്കൾക്കും അത്, എല്ലാ ആൾക്കാരെയും, പിന്നെ ടീച്ചേഴ്സാണെങ്കിലും അത് വളരെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ശരിക്കും ഒരു ഗവൺമെൻറ് സ്കൂളാണെന്ന് പറയില്ല, അത്ര നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലാണ് ടീച്ചേഴ്സായാലും അവിടുത്തെ ബാക്കി സ്റ്റുഡൻസാണ് കേട്ടോ ആനുവൽ ഡേയുടെ എല്ലാ ആങ്കറിങ്ങും ചെയ്യുന്നത്. അത് വ്യത്യസ്ത ഭാഷയിലും ഒക്കെ ആയിട്ട് നല്ല ഒരു സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് അന്നത്തെ പ്രോഗ്രാം. രാവിലെ തുടങ്ങിയതാണ്, വൈകുന്നേരം ഒരു 8 മണി വരെയൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് കളിച്ച എല്ലാ കുട്ടികൾക്കും സമ്മാനം കൊടുക്കുന്നുണ്ട്. അതിൽ ആ ട്രോഫി കിട്ടിയപ്പോൾ തന്നെ ദുതിമോൾക്ക് ഒരുപാട് സന്തോഷം കേട്ടോ, സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കുഞ്ഞുമക്കളെയും അവർ ഒരേപോലെ തന്നെയാണ് കളിച്ച എല്ലാവർക്കും അവർ പ്രൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മോളുടെ സ്കൂളിലത്തെ ആനുവൽ ഡേയുടെ പ്രോഗ്രാമൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം കേട്ടോ. ശരിക്കും തൃശ്ശൂരത്തെ ഏറ്റവും ബെസ്റ്റ് സ്കൂൾ എന്ന് തന്നെ ഞാൻ പറയാം. പിന്നെ എല്ലാ ടീച്ചേഴ്സുമായിട്ടുള്ള ഒരു ഡാൻസ് അവിടെ പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും നല്ല പ്രോഗ്രാം, എല്ലാ ക്ലാസ് റൂമിലത്തെ എല്ലാ പിള്ളേരും ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രോഗ്രാമാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് തന്നെ ഫീസും കാര്യങ്ങളും ഒന്നുമില്ല. ഉച്ചഭക്ഷണമായാലും വളരെ നീറ്റായിട്ടുള്ള ഉച്ചഭക്ഷണം, പഠിപ്പിൻ്റെ കാര്യത്തിലായാലും ബാക്കി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും ഗവൺമെൻറ് UP സ്കൂൾ വരുടെയും അടിപൊളി